ഇന്ന് നമ്മളുടെ വളകാപ്പ് ഫംഗ്ഷനാണേ. ഇന്നത്തെ ഡേറ്റ് വരുന്നത് മെയ് 1, 2025 നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുന്നത് എന്നായിരിക്കും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് വൈകിയേക്കും. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ത്രില്ലിലാണ്. നമ്മുടെ ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് മാത്രമല്ല, നല്ല ടെൻഷനുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കണേ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആരും ഉറങ്ങിയിട്ടേ ഇല്ല. 2 മണിയൊക്കെ ആയപ്പോഴും ഓരോന്ന് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാനൊരു 3:30, 3:45 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് അലാറം വെച്ചിട്ടായിരുന്നു കിടന്നത്. എല്ലാവർക്കും കുളിക്കുകയും ഒരുങ്ങിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു. പക്ഷേ 3:30 ആയപ്പോഴേ ഞാൻ ഉണർന്നു. പിന്നെ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ കുഞ്ഞനെ വിളിച്ചു. കുഞ്ഞൻ എഴുന്നേറ്റ് കുളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ശാലു, സംഗി എല്ലാവരും കുളിച്ച് ഒരുങ്ങി. അവരങ്ങനെ വലുതായിട്ട് ഒരുങ്ങിയതൊന്നുമില്ല, പൊങ്കാലയാണല്ലോ. ഞാൻ മാത്രം പിന്നെ ഇതാ സെറ്റ് സാരിയൊക്കെ ഉടുത്തു. ശരിക്കും പറഞ്ഞാലേ സാരി ഉടുക്കുമ്പോൾ ബോറാകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നേ. അത് ഒതുങ്ങിയൊക്കെ വരുമോ എന്ന്. സെറ്റ് സാരി സിമ്പിളായിട്ട് പെട്ടെന്ന് ഉടുക്കാൻ പറ്റി. ഞാൻ എൻ്റെ പ്ലീറ്റ്സൊക്കെ ഇന്നലെ തലേന്ന് രാത്രി തന്നെ എടുത്ത് വെച്ചിട്ട്, തലേന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത് ചുമ്മാ ഒന്ന് ഫിറ്റ് ചെയ്തതുപോലെ അങ്ങ് വെച്ചാൽ മാത്രം മതിയായിരുന്നു. സിമ്പിളായിട്ട് ഒരുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പൗഡർ ഇട്ടു, കണ്ണെഴുതി, ഒരു ലിപ്സ്റ്റിക് ഇട്ടു, ഒരു പൊട്ടിട്ടു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മുടി സാധാരണ എപ്പോഴും കെട്ടുന്ന പോലെ കെട്ടിയും വെച്ചു. ഇത്തിരി പൂ വെച്ചിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് ഐശ്വര്യമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ നമ്മുടെ പൊങ്കാല സമയം എന്ന് പറയുന്നത് 6 മണി തൊട്ട് 7:30-ക്കുള്ളിലാണേ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കാണ് തീ കത്തിക്കേണ്ടുന്നത്. അത് കഴിഞ്ഞ് 7:30-ക്ക് മുന്നായിട്ട് പൊങ്കാല വാങ്ങി വെക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നടന്നത്. തലേന്ന് രാത്രി കുറച്ചൊരു മഴയുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അങ്ങ് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് പോച്ചയൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തണമെന്നൊക്കെ കരുതി. പക്ഷേ പിന്നെ ആ ഒരു സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് അകത്തോട്ടൊന്നും വെച്ചിടാൻ പറ്റത്തില്ലല്ലോ. അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു വാക്കിന് തന്നെയല്ലേ പൊങ്കാല ഇടേണ്ടത്. അതുകൊണ്ടൊരു പറ്റിയൊരു സ്ഥലം ഇവിടെ തന്നെയാണേ. അതുകൊണ്ട് ഇവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അടുപ്പ് അമ്മ വാങ്ങിച്ചിട്ട് വന്നുകൊണ്ട് നമുക്ക് അടുപ്പ് കൂട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എടുത്തുകൊണ്ട് വന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇത് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അവിടെ നിന്ന് കരിയോ കാര്യങ്ങളോ ഒന്നും ആകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അടുപ്പ് മേടിച്ചത് തന്നെ. പിന്നെ എല്ലാം ശാലും സംഗിയും അമ്മയും കൂടെയൊക്കെയാണ് പടുക്ക ഒരുക്കാനും അടുപ്പെടുത്തുകൊണ്ട് വെക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്ക് അവിടെ ഇരുന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പിന്നെ നമ്മൾ ശർക്കര പൊങ്കാലയാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പാൽ പൊങ്കാലയാണോ എനിക്കറിയില്ല, വെള്ളപ്പൊങ്കാലയാണോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. അമ്മ എൻ്റെ അടുത്ത് വെള്ളപ്പൊങ്കാല ഇടാമെന്നാണ് പറഞ്ഞത്. പഞ്ചസാര ആയതുകൊണ്ട് എനിക്ക് ഷുഗർ കൂടുതലായതുകൊണ്ടും എനിക്ക് പായസത്തിൻ്റെ ഒരു കൊതി കൊണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ശർക്കര പൊങ്കാല ഇട്ടാൽ മതി. ശർക്കരയാണെങ്കിൽ പിന്നെ ഇത്തിരിയെങ്കിലും എനിക്ക് കഴിക്കാമല്ലോ, പഞ്ചസാരയാണെങ്കിൽ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയുള്ള പ്രലോഭനം കാരണമാണ് ശർക്കര പൊങ്കാല ഇട്ടത്. നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, ശർക്കര പൊങ്കാല അല്ലല്ലോ വെള്ളപ്പൊങ്കാല അല്ലേ ഇടണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ. എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല കേട്ടോ. പക്ഷേ ഇതിട്ടാലും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെന്നെ ഓരോന്ന് പറഞ്ഞിനി വിഷമിപ്പിക്കരുത്. അങ്ങനെ എന്തായാലും നമ്മളിന്ന് ശർക്കര പൊങ്കാലയാണ് ഇടുന്നത്. സമയത്തിന് തന്നെ നമ്മൾ പിന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചു, അടുപ്പും കത്തിച്ചിട്ടുണ്ടായിരുന്നു. തീ കൊളുത്തിയൊക്കെ ചെയ്തു. ആ ഒരു സമയത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ ചടപടേന്ന് എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ.
പൊങ്കാല സമയത്തിനുള്ളിൽ എല്ലാം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പൊങ്കാല അടുപ്പിൽ നിന്ന് നമ്മൾ പൊങ്കാല മാറ്റി താഴത്തോട്ടൊക്കെ വെച്ചു. അത് നേദിച്ചെടുക്കണമല്ലോ, നമ്മൾ തന്നെയാണല്ലോ നേദിക്കേണ്ടുന്നത്. അപ്പോൾ അമ്മ പിന്നെ കിണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ തുളസിയും ഒക്കെ തന്ന് അത് ചെന്ന് കുടഞ്ഞ് അതിനകത്ത് പൂവൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ കർപ്പൂരമൊക്കെ വെച്ചൊന്ന് ഒഴിഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ നേദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിനകത്ത് ചെറിയൊരു സങ്കടം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാലേ, പൊങ്കാല തിളച്ച് തൂകാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. ചിലപ്പോൾ വലിയ കലം ആയതുകൊണ്ട് കുറച്ച് അരി മാത്രമേ നമ്മൾ, വലിയ കലം മീൻസ് കുറച്ച് അരി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ അനുസരിച്ചിട്ട് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തേ ആയിരിക്കാം. പക്ഷെ എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്തു. പണ്ടും എനിക്കിങ്ങനെ തോന്നാറുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പൊങ്കാല ഇടാൻ പോകുമ്പോഴും തിളച്ച് പൊങ്ങി വരാനൊക്കെ കുറച്ച് ടൈം എടുത്താൽ ഭയങ്കര സങ്കടം കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരും. അതേപോലെ ഇന്ന് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അല്ലെങ്കിലും എനിക്ക് അരിയൊക്കെ, നമ്മൾ പൊങ്കാലയ്ക്ക് അരിയൊക്കെ ഇടുന്ന സമയത്തും ഉള്ളിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പുറത്ത് വരുന്നൊരു സമയമാണ്. നമ്മൾ ഭഗവാന് ആ ഒരു പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പുറത്ത് വരത്തില്ലേ. അപ്പോൾ ആ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ കണ്ണുകളും നിറഞ്ഞൊഴുകാറുണ്ട്. ചിലപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കാം. ഇന്നെനിക്ക് സന്തോഷം കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. തിളച്ച് പൊങ്ങാനെ കുറച്ച് വൈകിയേന്. പക്ഷേ ഇന്ന് നമ്മുടെ പൊങ്കാലയല്ലേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മളിടുന്ന പൊങ്കാല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നേ. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരുങ്ങി റെഡി ആവണം, അടുത്തത് വളകാപ്പ് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഇത് എൻ്റെ പൊന്നാങ്ങളയുടെ മോനാണ് കേട്ടോ, ഇളയ ആളാണ്. അപ്പോൾ അവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിലും മധുര വരെ പോകണ്ടേ. അതുകൊണ്ട് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് അമ്മ പൊങ്കാല പായസം കൊണ്ടു തന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷം കഴിച്ചിട്ടാണോ എനിക്കറിയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ അത്രയൊന്നും കഴിച്ചില്ല, 2-3 ഇങ്ങനെ വായെടുത്ത് കഴിച്ചു. എനിക്കാണെങ്കിൽ കഴിച്ചിട്ടും മതിയാകുന്നേ ഇല്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. മിക്കവാറും എനിക്ക് ഷുഗർ കൂടും, അത് ഉറപ്പാണ് ഈ ഒരു ചടങ്ങ് കഴിയുമ്പോഴത്തേക്ക്. ഇനി എല്ലാവരും വന്നിട്ട് നമുക്ക് മധുരം തരുമല്ലോ വളകാപ്പ് നടക്കുന്ന സമയത്തും. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ അടിപൊളിയാകും. അങ്ങനെ പിന്നെ ഇതാ സംഗിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വാരിത്തരുമായിരുന്നു. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു രാവിലത്തെ കാപ്പിക്ക്. അവളൊരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കുറേ ഇഡ്ഡലി സാമ്പാറൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് എനിക്കും കുഞ്ഞനും ശാലുവിനും ഒക്കെ വാരി തന്ന് അവളും കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരുങ്ങാൻ വേണ്ടി പോയി. ഇന്ന് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഗിയാണ്, ശാലു അല്ല സംഗിയാണ്. അപ്പോൾ സംഗിയാണ് എൻ്റെ മുഖത്തുള്ള കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്തു തന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് പോലും ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ മേക്കപ്പ് ഒക്കെ കേട്ടോ. അത് നിങ്ങൾ വഴിയെ കാണുമ്പോൾ മനസ്സിലാവും. ഷാലും ജാസും കൂടെ പോയിട്ട് പിന്നീട് ഇതാ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷന് വേണ്ടുന്ന പലഹാരങ്ങളെല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നു. വളയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമ്മുടെ 7 കൂട്ടം പലഹാരങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ മമ്മി അമ്മച്ചമ്മ എല്ലാവരും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് പലഹാരങ്ങൾ 7 കൂട്ടം പലഹാരങ്ങളെല്ലാം കൊണ്ട് അവരിങ്ങി രാവിലെ വന്നു. പിന്നെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു. സംഗി തന്നെയാണ് എല്ലാം ചെയ്തു തന്നത്. പിന്നെ സാരി ഞാൻ പെട്ടെന്ന് കൊടുത്തു. പ്ലീറ്റ്സ് എടുത്ത് തലേന്ന് തന്നെ വെച്ചതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് ഉടുത്ത് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് പാടുപെടുമെന്ന് വിചാരിച്ചത് ഈ സാരി ഉടുപ്പായിരുന്നു. പക്ഷേ എന്തോ കുഴപ്പമൊന്നും ഇല്ലാതെ പെട്ടെന്ന് നടന്നു. പിന്നെ എന്താ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. സ്ക്രീനിൽ മാറിപ്പടി. സോറി അറിയാം. മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ തന്നെ ആദ്യം കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങിയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഹെയർ ഞാൻ അങ്ങനെ വേറെ ഒരു രീതിയിലും കെട്ടിയില്ല. എനിക്കെന്തോ എങ്ങനെ കെട്ടിയാലും ശരിയാവത്തില്ല. അതുകൊണ്ട് പിന്നെ സമയവും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഹെയർ കെട്ടുമല്ലോ, അതേപോലെ ചെയ്തു. അത് കഴിഞ്ഞ് പൂ കുറച്ച് നല്ല രീതിയിൽ വെച്ചു. അത്രയൊക്കെ ചെയ്തുള്ളൂ കേട്ടോ. ഫേസ് മേക്കപ്പും നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യം ഞാനിരുന്നു, കുഞ്ഞനിരുന്നു. അത് കഴിഞ്ഞ് മാലയൊക്കെ ഇട്ട് തന്നു കുഞ്ഞൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിന്ദൂരം തൊട്ട് തന്നു. പിന്നെ കവിളിൽ ചന്ദനം പൂശി, പിന്നീട് മധുരമൊക്കെ തന്നു, വളയിട്ടു. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് രണ്ടിനും ഭയങ്കര
ടെൻഷൻ ഉണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ചിരിക്കണോ എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ടെൻഷനാണ്. എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴാണോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഭയങ്കര ടെൻഷനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഓക്കെ ആയി കേട്ടോ. ആദ്യത്തെ ആ ഒരു ഇതിലായിരുന്നു. നമുക്ക് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് തുടങ്ങാനിരുന്ന ഫംഗ്ഷൻ 11 മണിയായി തുടങ്ങിയിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനാണെങ്കിൽ എനിക്ക് പൊങ്കാല കഴിഞ്ഞപ്പോൾ നല്ല ബാക്ക് പെയിൻ കൂടി. അങ്ങനെ പിന്നെ ഞാൻ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഒരുങ്ങാനൊക്കെ ഇറങ്ങിയത്. പിന്നെ ഷാലും സംഗിയും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എല്ലാ കാര്യത്തിനും ഓട്ടമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. എന്നെ ഒരുക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഒരുങ്ങാൻ കയറിയത്. അങ്ങനെ അവരും കൂടെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫംഗ്ഷൻ തുടങ്ങിയത് തന്നെ. പിന്നെ എൻ്റെ ക്യാമറാമാൻ ഇവർ രണ്ടുപേരുമായിരുന്നു. മറിഞ്ഞിരിഞ്ഞ് ഫോട്ടോ എടുപ്പും വീഡിയോസ് എടുപ്പൊക്കെ. അതിന് രണ്ടുപേരും ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുഞ്ഞൻ എനിക്ക് വളയും ഇതെല്ലാം ഇട്ട് തന്നതിന് ശേഷം പിന്നെ കുഞ്ഞന് ഞാനും ചന്ദനമൊക്കെ തേച്ചു. പിന്നെ മധുരമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ വന്നിട്ട് വെള്ളിക്കാപ്പിട്ട് തന്നേ. വെള്ളിക്കാപ്പ് ഇട്ടതിന് ശേഷമാണ് എനിക്ക് പിന്നെ കുപ്പിവളയൊക്കെ ഇട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് വെള്ളിക്കാപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളി വള പോലത്തെ 2 എണ്ണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫംഗ്ഷനും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് അതുകൊണ്ട് അമ്മ പറഞ്ഞുള്ള അറിവ് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഇത് കൂട്ടൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യം അമ്മ ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ്റെ അമ്മ വന്നു, ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ, പെങ്ങളുടെ ഹസ്ബൻഡ്, കുഞ്ഞുവാവയും ഇവർ 5 പേരുമാണ് വന്നത്. വേറെ ആരും അവിടുന്ന് വന്നില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവരും ഇതും വിളിച്ചില്ല. ഇത്രയും ദൂരം ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ആരും വരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുന്നും വേറെ ആരെയും വിളിച്ചില്ല. അച്ഛനും അമ്മയൊക്കെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പക്ഷേ എല്ലാവരും ഉണ്ടായിരിക്കും എന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വിളിച്ചില്ലല്ലോ. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല, ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ടൊക്കെ നടന്നു. കുറച്ച് പേരായാലും എല്ലാം നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ചടങ്ങെല്ലാം കംപ്ലീറ്റ് ആയി, ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി. എനിക്ക് അധികം സമയമില്ല, 12:30 കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ കയറേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസ് സെപ്പറേറ്റ് എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഫാമിലീസിനെ വെച്ചിട്ട് മാത്രം ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ രണ്ടിന് സെപ്പറേറ്റ് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സമയം പോയി. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഫുഡ് ഇന്നത്തെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു, സാലഡ് പപ്പടം ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു വെജ് കറി ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, സംഭവം കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വാവയുടെ ഫംഗ്ഷൻ വരുമ്പോഴും ഈ ചേട്ടന്മാരെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കാരണം ഫുഡ് ഞങ്ങൾക്ക് മാത്രമല്ല കഴിച്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നേ ഫുഡൊക്കെ. നമ്മൾ പുറമേ എനിക്ക് ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ദമ്മിട്ടൊക്കെ ആയിരുന്നു അവർ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതാക്കണോ അതോ സദ്യ ആക്കണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഓരോരുത്തരടുത്തും ചോദിച്ച് അവസാനം വന്നപ്പോൾ ലാസ്റ്റ് ഇതിൽ തന്നെ വന്ന് ഉറപ്പിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു സദ്യയൊക്കെയാണ് വൈറ്റ് പൊങ്കാലയ്ക്ക് കൊടുക്കാറുള്ളതെന്ന് എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയാണ് എല്ലാവരോടും ചോദിച്ചു. നമ്മൾ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഏതാ ഓക്കെ എന്ന് വെച്ചാൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ നമ്മുടെ അനീത്തിയുടെ ഫംഗ്ഷൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവളുടെ വളകാപ്പിനും ഇത് വിട്ട് തന്നെ ആയിരുന്നു, നോൺ വെജൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. അപ്പം ഇവിടെ ആ ചേട്ടൻ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോഴും പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവരും ഇപ്പം എല്ലാ ടൈപ്പ് ഫുഡും കൊടുക്കാറുണ്ട്, പിന്നെ സദ്യ മാത്രമൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാ ഓക്കെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ വേസ്റ്റ് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതങ്ങ് ആക്കിയതാണ് കേട്ടോ. ഇല്ലെങ്കിൽ സദ്യ ആക്കിയാനെ വേസ്റ്റ് ഇടാൻ ഇവിടെ നമുക്ക് അധികം സ്ഥലക്കുറവുള്ളതുകൊണ്ടും പിന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നും ഒന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഇതിനകത്ത് അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓരോരുത്തരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ വീട്ടിൽ കയറേണ്ട സമയം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അമ്മയും അച്ഛനും കഴിച്ച് എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അമ്മയുടെ കയ്യിൽ നിന്ന് ഈ എണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് പോകണമല്ലോ. അങ്ങനെ പിന്നെ സമയമായിട്ടുണ്ടായിരുന്നു. 12:55 കയറേണ്ട ഞാൻ 12:50 ആയപ്പോഴും വീട്ടിൽ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനത് മേടിച്ചിട്ട് ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞനായിരുന്നു ഓപ്പോസിറ്റ് വരേണ്ടതെന്ന് കുറേ പേര് ബാക്കിൽ നിന്ന് പറഞ്ഞു. പക്ഷെ അമ്മയൊക്കെ അന്നേരം പറഞ്ഞു, കുറേ പേര് പറഞ്ഞു പെങ്ങളും കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ. അങ്ങനെ പെങ്ങളായിട്ടോ വന്നത് നിമിത്തം. അങ്ങനെ പിന്നെ പെട്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കയറിപ്പോയിരുന്നു. തിരിഞ്ഞു നോക്കാനൊന്നും പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയില്ല കേട്ടോ. അഞ്ചൽ പോയിട്ടില്ല. നമ്മുടെ ഇവിടെ നമ്മൾ താമസിക്കുന്നില്ല, ആ വീടിൻ്റെ മുകളിൽ തന്നെ വേറെ വീട് പോലാണല്ലോ. അപ്പോൾ അങ്ങോട്ട് ഞാൻ കയറിയതേ ഉള്ളൂ. അതാകുമ്പോൾ ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ എനിക്കിങ്ങനെ ഇറങ്ങി വരാം. ഞാൻ പോകാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്ന് കുഞ്ഞിന് വയ്യാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആളെ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ തീരെ താല്പര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എനിക്ക് അധികം ട്രാവൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പിന്നെ അതൊക്കെ കൊണ്ടാണ് പോകാഞ്ഞത്. ഞാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനോട് തനിച്ചാവും. പിന്നെ അമ്മയൊക്കെ അങ്ങോട്ട് വരണമല്ലോ. അന്നേരത്തേക്ക് പിന്നെ ഇവിടെ വേറെ ആരാ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ കാര്യമൊക്കെ നോക്കാനും എനിക്ക് പേടിയാണ്. ആളെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഡെലിവറി വരെയും. അപ്പോൾ ഞാൻ മേളിലോട്ട് പോയി. പിന്നെ ഒരു ദിവസം രാത്രിയിൽ കുഞ്ഞിനെ കാണരുത് എന്നൊക്കെ ഉണ്ട് ചടങ്ങിൽ. അതുകൊണ്ട് ഇവിടെ രാത്രി ഫുള്ള് ഇവിടെ നിന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അതാണ് നമ്മുടെ ചടങ്ങ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കയറി വന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊണ്ട് തരുന്നായിരുന്നു. പിന്നെ ചിറ്റയ്ക്ക് ഞാനൊരു ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഇതെൻ്റെ ചിറ്റയാണ് കേട്ടോ. അതായത് പിന്നെ അമ്മച്ചമ്മയുടെ അനിയത്തിയുടെ മോളാണേ. അപ്പോൾ ചിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ കൂടെ മേളിൽ പിന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുമായിട്ട് ഞങ്ങളെല്ലാം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരും പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കായംകുളം വരെ പോകണ്ടേ. അന്നേരത്തേക്ക് പിന്നെ അവരും പതുക്കെ പോകാൻ ഇറങ്ങി. ചെക്കൻ കയ്യിലിരുന്നില്ലെങ്കിൽ ഭയങ്കര നിർബന്ധം കേട്ടോ. ചില സമയത്ത് നല്ല രീതിയിൽ
കളിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് നേരം അവനെ എടുക്കാനോ ഒന്നും പറ്റിയതൊന്നും ഇല്ല. ഫംഗ്ഷൻ നടക്കുന്ന സമയത്തെല്ലാം ഫുള്ള് ഉറക്കമായിരുന്നു. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലാവും കേട്ടോ. പിന്നെ നിർബന്ധമാവും. പിന്നെ കരച്ചിൽ മാറ്റാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ അവൻ ഉറങ്ങി തന്നെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവനെ എടുത്തുകൊണ്ടൊക്കെ വന്നതൊക്കെ. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും പോവുകയാണ് കേട്ടോ. ഇനി നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് അവരും പോയി. ഞാനപ്പം മേളിൽ നിൽക്കുമായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ എടുത്തത് കുഞ്ഞനായിരുന്നു താഴെ നിന്നുകൊണ്ട്. എനിക്ക് പിന്നെ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മേളിൽ തന്നെ ആയിരുന്നു. അവരൊക്കെ പോയതിൻ്റെ പിറകെ പിന്നെ ചിറ്റയും പിള്ളേരും ഒക്കെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വണ്ടി വന്നു. അങ്ങനെ അവരും പോകാനൊക്കെ ഇറങ്ങാണ് കേട്ടോ. നാളെ ചിറ്റപ്പൻ്റെ ആണ്ടാണ്. അപ്പോൾ ആണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഫംഗ്ഷൻ പോലെയൊക്കെ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ പ്രാവശ്യവും മധുരയെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ വർഷം ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇനി അമ്മയൊക്കെ അങ്ങോട്ട് പോവുമായിരിക്കും. പിന്നെ ഇതാ നമ്മുടെ പെട്ടി പൊട്ടിക്കുകയാണ്. ഇതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അച്ഛനും അമ്മയും വന്നപ്പം കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് മാങ്ങയോ തേങ്ങയോ എന്തൊക്കെയോ ഉണ്ട്. വരുമ്പോഴൊക്കെ തേങ്ങ കൊണ്ടുവരും. അവിടെ നമുക്ക് തെങ്ങുള്ളതുകൊണ്ട് അവിടുന്ന് തേങ്ങയൊക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ അതൊക്കെ എടുത്ത് എല്ലാം നോക്കുമായിരുന്നു. പെട്ടി ആയതുകൊണ്ട് എന്താ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇനി കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ അതുകൊണ്ട് എല്ലായിടത്തും ജസ്റ്റ് നോക്കിയൊക്കെ എടുക്കുകയൊക്കെ ആയിരുന്നു. എനിക്ക് കുറേ റാഗിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചോളപ്പൊടിയൊക്കെ. ഞാനിപ്പോൾ റാഗിയൊക്കെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവിടുന്ന് മില്ലിൽ പൊടിപ്പിക്കുന്ന കേട്ടോ റാഗിപ്പൊടി. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് റാഗി തന്നെ ആയിരിക്കും എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് റാഗി കഴിച്ചിപ്പോൾ മടുത്ത്. കാരണം ഞാനിപ്പോൾ ചോറും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ എല്ലാം ഇങ്ങനെ ഒരു ഫുഡ് ഇങ്ങനെ ഡെയിലി കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്. ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ കറികളൊക്കെ മാറ്റി മാറ്റി കഴിക്കുമല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. 2-3 മാസം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കണം, നമ്മുടെ വാവ വരുന്നത് വരെ. അങ്ങനെ പിന്നെ മേളിൽ ഞാനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ പെട്ട പാട്. എനിക്ക് ചൂട് കയറിയിട്ടും നടുവേദന എടുത്തിട്ടും സഹിക്കാൻ മേലായിരുന്നു. ഞാൻ വന്ന് അങ്ങനെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സാരിയും ഇതൊക്കെ മാറ്റിയത്. പിന്നെ അനീത്തി എനിക്ക് പിന്നെ തലേന്ന് പൂവൊക്കെ മാറ്റി എല്ലാം എടുത്തൊക്കെ മാറ്റിയൊക്കെ വെച്ച് തന്നു. അപ്പോഴത്തേക്കാണ് നമുക്കൊരു കൊറിയർ വന്നത്. എനിക്കൊരു ചെരുപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കംഫർട്ടായിട്ടുള്ള ഒരു ചെരുപ്പ് വേണമല്ലോ മേടിക്കാൻ. അപ്പോൾ ഞാനിത് ഓൾറെഡി മേടിച്ചു. പക്ഷേ എനിക്ക് അന്ന് ആദ്യം വന്നപ്പോൾ സൈസ് കറക്റ്റാണ്, പക്ഷെ ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ നമ്മുടെ കാലിലൊക്കെ നീരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ആ ചെരുപ്പിന് കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വലിയ സൈസ് ഓർഡർ ചെയ്തു. അത് ഇന്നാണ് കേട്ടോ വരുമെന്ന് ഡേറ്റ് തന്ന്. ഇന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടത് നല്ല സുഖമാണ് കേട്ടോ അതിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല പഞ്ഞ് പോലെ ഇരിക്കുകയാണ്, വെയിറ്റും ഇല്ല, അടിപൊളിയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് നേരം നടന്നൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്നു. ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എല്ലാവരും പറഞ്ഞു കിടന്ന് ഉറങ്ങും, നല്ല ക്ഷീണമൊക്കെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഉറങ്ങിയതേ ഇല്ല. പിന്നെ ഷാല് പോയി തിന്നാൻ എന്തെങ്കിലും എൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെയോ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. അത് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ച് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആയിരുന്നു, ഒരു പെട്ടി. ഈ ഒരു പെട്ടിയിലെ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിനകത്ത് ലഡു പൊട്ടി. പക്ഷെ പിന്നീട് ഞാൻ ആ ലഡു പൊട്ടിയതങ്ങ് അടക്കി പിടിച്ചു. കാരണം കുറച്ച് മുന്നേ നല്ല മധുരങ്ങളൊക്കെ കഴിക്കുകയാണല്ലോ. ഓരോരുത്തരും എനിക്ക് ജിലേബിയൊക്കെ ആയിരുന്നു കൂടുതൽ എടുത്ത് തന്നത്. എനിക്ക് എന്തായാലും കഴിക്കുമല്ലേ, എല്ലാം പലഹാരങ്ങളിൽ നിന്ന് എടുത്തു തരാൻ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അത് എടുത്തുക ഇത് എടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും പക്ഷേ എല്ലാവരും ഒന്നും എല്ലാം തന്നില്ല. ലഡുവും ജിലേബിയും തന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ മിഠായിക്കകത്ത് തൊട്ടതേ ഇല്ല കേട്ടോ. എന്തൊരു പുളിയോടി പഞ്ഞല്. ഇതിനാപ്പിൾ നല്ലതാണ് എനിക്ക്. അതാവുമ്പോൾ ഷുഗർ ഫ്രീ ആണ്, വിറ്റമിൻസ് ഉണ്ട്, പ്രഗ്നൻസിക്ക് നല്ലതാ, എല്ലാം ഉണ്ട്. ഈ സാധനത്തിന് നല്ല പുളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങ് കഴിച്ചു. ഇല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. അതുകൊണ്ട് പിന്നെ കഴിച്ചു. പിന്നെ രാത്രിയിൽ ഫുഡ് സംഗി കൊണ്ട് തന്നു, ഫുഡും മരുന്നും. പിന്നെ എനിക്ക് ഇഞ്ചക്ഷനും എല്ലാം അവൾ എടുത്തിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് ഷാലുവാണ് എൻ്റെ കൂടെ കിടക്കുന്നത്. അവിടെ അമ്മയ്ക്ക് തീരെ വയ്യട്ടോ. എല്ലാവരും ടയേർഡായിപ്പോയി. കാരണം അത്രയ്ക്കങ്ങ് ക്ഷീണമായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും 2-3 ദിവസമായിട്ട് നല്ല അലച്ചിലും ജോലിയും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ക്ഷീണമായിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങളും പിന്നെ കിടന്നു. അപ്പോഴത്തേക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ പിന്നെ കുഞ്ഞിനെ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ
വളയൊക്കെ കാണിച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കിടന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ്റെ വീഡിയോ ഒരുപാട് എല്ലാവരും ചോദിച്ച് ആഗ്രഹിച്ചിരുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, ബൈ, സീ യു.